നിപ്പ രോഗം സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് സംബന്ധിച്ച മുൻകരുതലുകളും മറ്റു നടപടിയും സംബന്ധിച്ച് ആലോചിക്കാനാണ് ഇന്ന് ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി MLA-മാരുടെയും ഉദ്യോഗസ്ഥരുമായി യോഗം വിളിച്ചുകൂട്ടിയത്. നിപ്പ സ്ഥിരീകരിച്ച അടിസ്ഥാനത്തിൽ അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ ഉണ്ടാകേണ്ടതുണ്ട്, ഹോസ്പിറ്റലുകൾ ഉണ്ടാകേണ്ടതുണ്ട്, അതുപോലെ തന്നെ ആളുകളുടെ സമ്പർക്ക പരിപാടിക്ക് നിയന്ത്രണമുണ്ട്. അതെല്ലാം ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം വളാഞ്ചേരിയും ചുറ്റുപാടുള്ള 7-8 പഞ്ചായത്തുകളിൽ നിയന്ത്രണങ്ങൾ വന്നു കഴിഞ്ഞു. അവിടെ അതുപോലെ തന്നെ ഈ നിപ്പയോട് ബന്ധപ്പെട്ട് സമ്പർക്കത്തിലേർപ്പെട്ട ആളുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നടപടികൾ നടക്കുന്നുണ്ട്. ആസ്പത്രികൾ അതിനനുസരിച്ച് മെഡിക്കൽ കോളേജിൽ മഞ്ചേരി ആവശ്യമായ സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് മാറ്റം മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യം, ജില്ലയിൽ ഇതോടനുബന്ധിച്ചുള്ള എല്ലാ പൊതുപരിപാടികളും നിർത്തണം എന്നുള്ളതാണ്. മാസ്ക് ഉപയോഗിച്ചിട്ട് ആളുകൾ വരാവൂ എന്നൊക്കെയാണ്. അപ്പോൾ അതിനോട് നമുക്ക് യോജിപ്പാണ്. പക്ഷേ വല്ല പ്രശ്നം ചെന്നെങ്കിൽ ഇപ്പോൾ വാർഷിക പരിപാടി ഗവൺമെന്റ് മന്ത്രിസഭ ധാരാളം പരിപാടി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോട്ടക്കുന്നിൽ അത് വലിയ ഉത്സവത്തോടുകൂടി നടക്കുകയാണ്. ഇന്ന് ആരോഗ്യവകുപ്പിന്റെ തന്നെ ആയുർവേദ ഡിപ്പാർട്ട്മെന്റ് സെമിനാറും കാര്യവും നടക്കുകയാണ്. വൈകിട്ടാണെങ്കിൽ ആളുകൾ പങ്കെടുക്കുന്ന മഹാപരിപാടി ഉത്സവങ്ങൾ നടക്കുകയാണ്. അപ്പോൾ നിയന്ത്രണം അതിന് ബാധകമാണല്ലോ. കാരണം ജില്ല ഒട്ടാകെ നിയന്ത്രണം ഉണ്ടെങ്കിൽ കോട്ടക്കുന്നിലടക്കമുള്ള ഗവൺമെന്റിന്റെ പരിപാടികൾക്കും ബാധകമാകണം. നമ്മൾ മനസ്സിലാക്കുന്നത് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും ഗവൺമെന്റ് ഇതിൽ ആത്മാർത്ഥതയില്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ആത്മാർത്ഥം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ പരിപാടികളും മാറ്റണം. അത് മാറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല, മണ്ഡലങ്ങളടക്കമുള്ള പൊതുപരിപാടികളിൽ നിയന്ത്രണം വരുത്തണം, ഒഴിവാക്കണം. മാസ്ക് ഉപയോഗിച്ചിട്ട് ആളുകൾ വരാവൂ, യോഗത്തിന് വരാവൂ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ നിർദ്ദേശം. അപ്പോൾ ഇതനുസരിച്ചുള്ള ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾ സമ്പർക്കമുണ്ടാകുന്ന പരിപാടിയിൽ ഒഴിവാക്കുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ അതിന്റെ ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ 12ാം തീയതി പരിപാടി മാറ്റി എന്നതൊഴിച്ച് ഗവൺമെന്റിന്റെ പരിപാടികളും ഗവൺമെന്റ് സ്പോർട്സ് പരിപാടികളും മന്ത്രിസഭാ വാർഷികത്തോടനുബന്ധിച്ച പരിപാടികളിലൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. അതുകൊണ്ട് ഇതിൽ ആത്മാർത്ഥത ഉണ്ടെന്ന് ഞങ്ങൾക്ക് സംശയമാണ്. പക്ഷേ നിപ്പ രോഗമായതുകൊണ്ടും അത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ടും അതുമായി പൂർണ്ണമായ സഹകരണം ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്ന് MLA-മാരായി ഞങ്ങൾ ഇന്ന് പ്രത്യേകം യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇനി തുടർ നടപടികൾ എന്താണെന്നുള്ളത് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കോട്ടക്കുന്നിലെ മേള മാറ്റിവെക്കണമെന്നാണ് UDF ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ MLA-മാരെന്ന് ആവശ്യപ്പെട്ടതും ഇന്നലെ ആഭ്യന്തര സംഘങ്ങളുണ്ടായിരുന്നു പറഞ്ഞു അവരാവശ്യപ്പെട്ടതും കോട്ടക്കുന്നിലെ പരിപാടി മാറ്റണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കോട്ടക്കുന്നിലാണ് കൂടുതൽ ആൾക്ക് ചേരുക. ജനസമ്പർക്കം കൂടുതലുള്ളത് ഈ ആഘോഷ പരിപാടികളിലാണ്, പാട്ടുകളിലൊക്കെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി മന്ത്രിസഭ വാർഷികത്തോടനുബന്ധിച്ച പരിപാടി ഗവൺമെന്റ് പരിപാടിയാണ്. അത് മാറ്റാതെ മറ്റുള്ളവർക്കൊക്കെ പരിപാടി മാറ്റുക എന്ന് പറയുമ്പോൾ അതിൽ എത്രമാത്രം ഗവൺമെന്റിന് ഇതിൽ ആത്മാർത്ഥമുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾ സംശയമുണ്ട്. അത് ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ പുറത്തിറക്കിയ ഓർഡറിൽ പറയുന്നത് പൊതുജനങ്ങൾ പരമാവധി കൂട്ടം കൂടുന്നത് ഒഴിവാക്കണം എന്നുള്ളതാണ്. ഈ കോട്ടക്കുന്നിലെ മ്യൂസിക്കൽ ഇവന്റ്സിനൊക്കെ 100 കണക്കിന് ആളുകൾ കൂടുന്ന ഒരു സാഹചര്യം നൽകുന്നു. അതിനുള്ള മന്ത്രിയുടെ മറുപടി തന്നെ എല്ലാവരും മാസ്ക് ധരിച്ചു വന്നാൽ മതിയാണ്. അപ്രായോഗികമാണ്. മാസ്ക് ധരിച്ച് അടുത്തുള്ള ആൾക്കാർ കോട്ടക്കിലെത്തുമോ? മാസ്ക് ധരിക്കാത്തവർ നടപടിയെടുക്കാൻ പറ്റുമോ? ഒന്നും ഉണ്ടാവില്ലല്ലോ.